അവസാനത്തെ പുഴയും മലിനമാക്കപ്പെട്ടാൽ, അവസാനത്തെ മരവും മുറിച്ചു മാറ്റിയാൽ, അവസാനത്തെ മീനും പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകും അവന് പണം തന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന്. ശ്രീ പി കെ ഫിറോസ്, 8 മിനിറ്റ്. എനിക്ക് ആദ്യമായി ഈ നിയമസഭയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ മറച്ചുവെക്കുന്നില്ല. എനിക്ക് ഇതിന് അവസരം നൽകിയ എൻ്റെ പാർട്ടിയോട്, എൻ്റെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സാർ, മൺമറഞ്ഞുപോയ ഒരുപാട് നേതാക്കന്മാർ പ്രതിനിധീകരിച്ചൊരു മണ്ഡലമാണ് എൻ്റെ നിയോജകമണ്ഡലം കൊടുവള്ളി. ആദരണീയനായ അമ്മു സാഹിബും PM അബൂബക്കർ സാഹിബും സി മോയിൻകുട്ടി സാഹിബും ഒക്കെ പ്രതിനിധീകരിച്ചൊരു മണ്ഡലം എന്ന നിലക്ക് ആ നേതാക്കന്മാരെ എല്ലാം ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഡോക്ടർ MK മുനീർ MLA ആണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയാവാൻ ഭാഗ്യം ലഭിച്ചതുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതിലെല്ലാം ഉപരിയായി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച കൊടുവള്ളിയിലെ വോട്ടർമാരോടുള്ള നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സർ, കഴിഞ്ഞ 10 വർഷക്കാലം നയപ്രഖ്യാപനം ഒരു ഭാഗത്തും ഭരണം മറ്റൊരു വഴിക്കും സഞ്ചരിച്ചപ്പോൾ പറയുന്നത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് സർ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, നയമാറ്റം സർവ്വമേഖലയിലും പ്രകടമാണ്. UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ കണ്ടാൽ നമുക്ക് അക്കാര്യം ബോധ്യമാകും. ഒരർത്ഥത്തിൽ ജനങ്ങൾ കയ്യേറിയ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ശ്രീലങ്കയിൽ ഭരണമാറ്റം ഉണ്ടായപ്പോൾ ഭരണാധികാരിയുടെ വീട്ടിലും നീന്തൽക്കുളത്തിലുമൊക്കെ ജനങ്ങൾ കയറിയിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ ക്ലിഫ് ഹൗസിലെ മോടി പിടിപ്പിച്ച നീന്തൽക്കുളത്തിലേക്ക് ജനങ്ങൾ കയറാതിരുന്നത് അവരുടെ ഉയർന്ന രാഷ്ട്രീയ ബോധ്യം കൊണ്ട് മാത്രമാണ്. സർ, നയമാറ്റം എല്ലാ മേഖലയിലും കാണാം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ മറന്നു വെച്ച് വേദന അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അർശിനുമാരെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ഭരണം മാറിയ ഉടനെ അതേ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ച് പുഞ്ചിരിക്കുന്ന അർശിനുമാരുടെ മുഖമാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ആശമാരുടെ സമരവും അതിനെ അവഗണിക്കുന്ന ഒരു ഭരണകൂടവുമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ഭരണം മാറിയ ഉടനെ അവർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ച പുഞ്ചിരിക്കുന്ന ആശാവർക്കന്മാരെയാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ എനിക്ക് ചികിത്സ ലഭിച്ചില്ല, ദിവസങ്ങളോളമായി ഞാൻ സ്കാനിങ്ങിന് വേണ്ടി കിടക്കുകയാണ്, ഞാൻ മരിച്ചാൽ അതിന്റെ ഉത്തരവാദി ഇതിന്റെ അധികാരികളാണ് എന്ന് പറഞ്ഞു